Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്നും പറന്നുയരും. വിമാന കമ്പനിയുടെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു. വിമാനത്താവളത്തിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു. കൊച്ചി ബേസ് ആയിട്ടുള്ള ആദ്യത്തെ എയർലൈൻ ആയിരിക്കും തുടങ്ങുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ ചോദിച്ചാൽ ഗവൺമെന്റ് പുതിയ വിമാന കമ്പനി തുടങ്ങുകയാണോ എന്ന് ചോദിച്ചു. നമുക്ക് ഗവൺമെന്റ് അല്ല, അത് കേരളയല്ല, കേരളൈറ്റ്സ് ആണ്. അവര് തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭമാണ് എയർ കേരള എന്നുള്ളത്. അതിന്റെ പ്ലാൻ ഇവിടെ CEO സൂചിപ്പിക്കുകയുണ്ടായി. നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗവൺമെന്റ് ഇപ്പോ ഹെലി ടൂറിസം പോളിസി അംഗീകരിച്ചിട്ടുണ്ട്. പരമാവധി ടൂറിസ്റ്റ് സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായി ഇത്തരത്തിലുള്ള സർവീസുകളും എങ്ങനെയൊക്കെ ക്രമീകരിക്കാൻ കഴിയും എന്നത് സർക്കാരും പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്നും പറന്നുയരും. വിമാന കമ്പനിയുടെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു. We want to give them an alternate, which we're very happy to say that our pricing will be such that a marginal increase from what you pay for Volvo or second class AC is what we would charge to carry people. Let's just say, like I drove the other day down to Mysore. It took me 11 hours and the journey was so tedious. From Kannada Metro down to Mysore. And similarly, a lot of places are there where like വളരെ നല്ല പ്രതികരണമാണ് അവിടുത്തെ മന്ത്രിമാരിൽ നിന്നും പ്രവാസ സംഘടനകളിൽ നിന്നും ചേംബറിൽ നിന്നെല്ലാം ലഭിച്ചിട്ടുള്ളത്. വിമാനത്താവളത്തിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു. എംപിമാരായ ഹൈബി ഈഡൻ, ഹാരിസ് ബീരാൻ, അൻവർ സാദത്ത് MLA, എയർപോർട്ട് ഡയറക്ടർ ജി മനു, എയർ കേരള വൈസ് ചെയർമാൻ ആയൂബ് കല്ലട, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കീർത്തി റാവു, ഓപ്പറേഷൻസ് ഹെഡ് ഷാമോൻ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ആഗ്രഹിക്കുന്ന, കേൾക്കാനും കാണാനും കൊതിക്കുന്ന we are all part of a history which after 20 years would say that this started in a small hall, and we are also proud to say that we didn't know any of the airline leaders knew Ratan Tata, even which we didn't know personally. To the entire team, ഉടമകളായ ശ്രീ അഫി അഹമ്മദ്, ശ്രീ അയ്യൂബ്, ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരള സർവീസുകൾ നടത്തുന്നത്. 76 സീറ്റുകളുള്ള ATR വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. 5 വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് സംബന്ധിച്ച് ഐറിഷ് കമ്പനികളുമായി കരാറായിട്ടുണ്ട്. വിമാനങ്ങൾ സ്വന്തമായി വാങ്ങാനും എയർ കേരളയ്ക്ക് പദ്ധതിയുണ്ട്. 750 ജീവനക്കാരാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. പ്രവർത്തനം തുടങ്ങി 2 വർഷം കൊണ്ട് വിമാനങ്ങളുടെ എണ്ണം 20 ആക്കി വർദ്ധിപ്പിക്കുമെന്നും തുടർന്ന് വിദേശ സർവീസുകൾ തുടങ്ങാൻ പദ്ധതിയുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു.